ഏതൊരു വിഷയത്തിലേക്കും കടക്കാൻ ചരിത്രം ലളിതവും എളുപ്പവുമായ ഒരു മാർഗമാണ്. അതിനാൽ ആധുനിക റഷ്യ പൂർണ്ണമായും വ്യത്യസ്തമാകുമായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളോട് പറയാൻ തീരുമാനിച്ചു. നമ്മൾ ആഭ്യന്തര ആയുധങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഡസൻ കണക്കിന് യുദ്ധങ്ങളിൽ നമ്മുടെ രാജ്യത്തിന് വിജയം നേടാനും നഗരങ്ങളെ അധിനിവേശക്കാരിൽ നിന്ന് സംരക്ഷിക്കാനും പുതിയ പ്രദേശങ്ങൾക്കായി പോരാടാനും അത് കൃത്യമായി അനുവദിച്ചു. പുരാതന റഷ്യൻ ഗദ മുതൽ ആധുനിക ആണവ സൂപ്പർ വെപ്പൺസ് വരെ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. നമ്മൾ 9 മുതൽ 16-ാം നൂറ്റാണ്ട് വരെ തുടങ്ങുകയാണ്. പുരാതന റഷ്യയിൽ പ്രധാനമായും കോൾഡ് വെപ്പൺസ് ഉപയോഗിച്ചിരുന്നു. പ്രാദേശിക കമ്മാരന്മാർ സ്വതന്ത്രമായി വാളുകൾ, സേബറുകൾ, കത്തികൾ, മഴു, ഗദ, ഫ്ലെയിലുകൾ, കുന്തങ്ങൾ എന്നിവ നിർമ്മിച്ചു. മികച്ച ഗുണനിലവാരത്തിനും ഈടുനിൽക്കുന്നതിനും അവ പ്രശസ്തമായിരുന്നു. ഇക്കാരണത്താൽ പലതരം ആയുധങ്ങളും യൂറോപ്പിലേക്ക് പോലും ഇറക്കുമതി ചെയ്യപ്പെട്ടു. അവിടെ അവർ ഐതിഹാസിക ഡമാസ്കസ് സ്റ്റീലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുമായി മത്സരിച്ചു. 1380-ൽ റഷ്യ സ്വന്തമായി തോക്കുകൾ ഉണ്ടാക്കി. ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് കൈ പീരങ്കി എന്നറിയപ്പെട്ട ഒരു തോക്കാണ്. റഷ്യൻ ഭാഷയിൽ പൈപ്പ് എന്നാണ് അതിനർത്ഥം. അതേസമയം തോക്കുകൾ ധരിച്ച ആദ്യത്തെ സൈന്യം രൂപീകരിച്ചു. അതിന്റെ പോരാളികൾക്ക് സ്ട്രെൽസി എന്ന വിളിപ്പേര് ലഭിച്ചു. 1586-ൽ നമ്മുടെ ചരിത്രത്തിലെ റഷ്യൻ തോക്കുധാരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിലൊന്ന് പ്രത്യക്ഷപ്പെട്ടു. അക്കാലത്തെ പീരങ്കി പടയുടെ മാസ്റ്റർ പീസായി മാറിയ സാർ പീരങ്കിയാണിത്. മോസ്കോയെ ആക്രമണകാരികളിൽ നിന്ന് പ്രതിരോധിക്കുന്നതിനാണ് ഈ ആയുധം സൃഷ്ടിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ കാലിബറുകളിൽ ഒന്നാണ് ഈ പീരങ്കി. ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പോലും ഇടം നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് മോസ്കോ ക്രെംലിനിന്റെ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുന്നു. 1712-ൽ പീറ്റർ ഒന്നാമൻ തുല ആയുധ ഫാക്ടറി സ്ഥാപിച്ചതോടെ രാജ്യത്ത് ഒരു യഥാർത്ഥ സാങ്കേതിക വിപ്ലവം ആരംഭിച്ചു. ഭരണകൂട പിന്തുണയോടെ തോക്കുകൾ നിർമ്മിച്ച റഷ്യയിലെ ആദ്യത്തെ സ്ഥലമായിരുന്നു ഇത്. 1714-ൽ റഷ്യ ആദ്യത്തെ സീരിയൽ തോക്കുകളായ ഫ്യൂസിൽ സൃഷ്ടിക്കാൻ തുടങ്ങി. അതേസമയം സാധാരണ വേട്ടയാടൽ റൈഫിളുകളും ഡ്യൂവലിംഗ് സെറ്റുകളും രൂപകൽപ്പന ചെയ്തു നിർമ്മിച്ചു. റഷ്യയിൽ ഡ്യൂലുകൾ ഔദ്യോഗികമായി നിരോധിച്ചിരുന്നുവെങ്കിലും നിക്കോളായ് മാർട്ടിനോവുമായുള്ള ഒരു വെടിവയ്പിൽ മിഖായൽ ലെർമോണ്ടോവിനെ കൊന്നത് ഈ പിസ്റ്റളുകളിൽ ഒന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. 1757-ൽ റഷ്യയിൽ യഥാർത്ഥ യൂണിക്കോണുകൾ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ നമ്മൾ സംസാരിക്കുന്നത് മാന്ത്രിക ജീവികളെക്കുറിച്ചല്ല, മറിച്ച് ബോംബുകളും ഷെല്ലുകളും വെടിവെക്കാൻ കഴിയുന്ന ഒരു മിനുസമാർന്ന പീരങ്കിയെക്കുറിച്ചാണ്. അതിന്റെ സൃഷ്ടിക്ക് ശേഷം യൂണിക്കോൺസ് യൂറോപ്യൻ സൈന്യങ്ങളുടെ മറ്റെല്ലാ ഹോവിറ്റ്സറുകളെയും 20 വർഷത്തേക്ക് മറികടന്നു. 1834-ൽ ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായും ലോഹ റോക്കറ്റ് അന്തർവാഹിനിയായ ഷിൽഡേഴ്സ് പ്രത്യക്ഷപ്പെട്ടു. ഇതിന്റെ നിർമ്മാണത്തിന് 23,488 റൂബിളാണ് ചെലവ്. എന്നാൽ ആ സമയത്ത് അത് അതിശയകരമായ ഒരു തുകയായിരുന്നു. ഈ അന്തർവാഹിനിയിൽ നിന്നാണ് വെള്ളത്തിനടിയിൽ നിന്ന് റോക്കറ്റിന്റെ ആദ്യ വിക്ഷേപണം നടത്തിയത്. റഷ്യൻ ചക്രവർത്തി നിക്കോളാസ് മൂന്നാമൻ പോലും ഇത് കണ്ടു. 1891-ൽ ടുല ആംസ് ഫാക്ടറി ഐതിഹാസികമായ മോസിൻ റൈഫിൾ സിസ്റ്റം നിർമ്മിച്ചു. ഒരേ സമയം 5 വെടിയുണ്ടകൾ കയറ്റാൻ കഴിയുന്ന ഒരു മാഗസിനുള്ള ആദ്യത്തെ ആയുധമായി ഇത് മാറി. അതിന്റെ നിർമ്മാണത്തിന് തൊട്ടു പിന്നാലെ റൈഫിൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച രാജ്യം സ്വീകരിച്ചു. കാലക്രമേണ ഏറ്റവും കൂടുതൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആയുധങ്ങളിൽ ഒന്നായും മഹത്തായ ദേശസ്നേഹ യുദ്ധത്തിന്റെ പ്രധാന പ്രതീകമായും ഇത് ചരിത്രത്തിലിടം നേടി. 1914-ൽ ആദ്യത്തെ സീരിയൽ മൾട്ടി എഞ്ചിൻ ബോംബ് ഇല്യ മുറോമെറ്റ്സ് ചരിത്രത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അക്കാലത്തെ ഏറ്റവും വലിയ ബോംബ് 410 കിലോഗ്രാം ഭാരമുള്ളത് ഈ വിമാനത്തിൽ നിന്നാണ് വർഷിച്ചത്. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരുടെ എണ്ണം, പറക്കൽ ദൈർഘ്യം, പരമാവധി ഉയരം എന്നിവ ഉൾപ്പെടെ നിരവധി റെക്കോർഡുകളും ഇത് സ്ഥാപിച്ചു. 1920-ൽ ആദ്യത്തെ സോവിയറ്റ് ടാങ്കായ റഷ്യൻ റിനോ സൃഷ്ടിക്കപ്പെട്ടു. അത് ഉടൻ തന്നെ സീരിയൽ നിർമ്മാണത്തിലേക്ക് മാറ്റി. ശരിയാണ്, 15 കഷണങ്ങൾ മാത്രമേ സൃഷ്ടിക്കപ്പെട്ടുള്ളൂ. പക്ഷേ ഒരു തുടക്കത്തിനായി അതൊരു മികച്ച ഫലമായിരുന്നു. റെഡ് ആർമി ഉടൻ തന്നെ ഇത് സ്വീകരിച്ചെങ്കിലും ടാങ്ക് ഒരിക്കലും ഒരു യുദ്ധ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തില്ല. 1937-ൽ ഏറ്റവും പ്രശസ്തമായ ടാങ്കുകളിലൊന്നായ T-34 പ്രത്യക്ഷപ്പെട്ടു. ലോക ടാങ്ക് നിർമ്മാണത്തിന്റെ ചരിത്രം അതില്ലാതെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. മഹത്തായ ദേശസ്നേഹ യുദ്ധത്തിൽ വിജയത്തിന് ഈ യന്ത്രം വലിയ സംഭാവന നൽകി. യുദ്ധ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിൽ ഇതൊരു യഥാർത്ഥ വഴിത്തിരിവായും അത്തരം ടാങ്കുകൾ എങ്ങനെ കാണണമെന്നും പ്രവർത്തിക്കണമെന്നുമുള്ളതിന്റെ ഒരു ഉദാഹരണമായി മാറി. 1941-ൽ BM-13 പ്രത്യക്ഷപ്പെട്ടു. അത് നമുക്കെല്ലാവർക്കും കത്യൂഷ എന്ന പേരിൽ അറിയാം. അതേ പേരിലുള്ള ഒരു ജനപ്രിയ ഗാനത്തിന്റെ പേരിലാണ് സൈനികർ ഇതിന് പേരിട്ടതെന്ന് ഒരു പതിപ്പുണ്ട്. അക്കാലത്ത് ഷെല്ലുകളുടെ സഹായത്തോടെ ഈ യന്ത്രങ്ങൾ ശത്രുവിന്റെ ഒരു തുരുമ്പ് പോലും അവശേഷിപ്പിച്ചില്ല. 1946-ൽ ആദ്യത്തെ സോവിയറ്റ് ജെറ്റ് യുദ്ധവിമാനമായ MiG-9 ആകാശത്തേക്ക് പറന്നു.
ആകെ 602 യന്ത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു. അവ സോവിയറ്റ് യൂണിയനുമായി അധികകാലം സേവനത്തിൽ തുടർന്നില്ല. മിക്ക ഉപകരണങ്ങളും കൈമാറ്റം ചെയ്യപ്പെട്ടു. 50കളിലെ ചൈനീസ് വ്യോമസേന. ഈ വിമാനം കാരണമാണ് റഷ്യൻ യുദ്ധവിമാനങ്ങളെ ലോകത്തിലെ ഏറ്റവും മികച്ചതായി കണക്കാക്കുന്നത്. 1947. ഒരു സിനിമ, പരമ്പര അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഷൂട്ടർ കണ്ടിട്ടുള്ള ആർക്കും ഈ തീയതി പരിചിതമായിരിക്കണം. കാരണം ഈ വർഷമാണ് ഐതിഹാസിക AK-47 പ്രത്യക്ഷപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ആയുധമാണ് കലാഷ്നിക്കോവ് അസോൾട്ട് റൈഫിൾ. 70 വർഷത്തിലേറെയായി വിവിധ പരിഷ്കാരങ്ങളുടെ 100 ദശലക്ഷത്തിലധികം പകർപ്പുകൾ നിർമ്മിക്കപ്പെട്ടു. 50 വിദേശ സൈന്യങ്ങളുമായി അവർ സേവനത്തിലാണ്. ലോകത്തിലെ എല്ലാ തോക്കുകളുടെയും 1.5 ഭാഗം കൃത്യമായി ഈ അസോൾട്ട് റൈഫിൾ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. 1949 സോവിയറ്റ് യൂണിയൻ ഒരു ആണവശക്തിയായി മാറി. ഇവിടെ ആദ്യത്തെ അണുബോംബ് RDS-1 പ്രത്യക്ഷപ്പെട്ടു. ഈ സമയത്ത് അത്തരം ആയുധങ്ങളുടെ അവിശ്വസനീയമായ ശക്തി കാണിക്കുന്ന പരീക്ഷണങ്ങൾ നടത്തി. 1953 ആദ്യത്തെ ഹൈഡ്രജൻ ബോംബ് RDS-RS പരീക്ഷിച്ചു. അതിന്റെ സ്ഫോടന ശക്തി ആദ്യത്തെ അണുബോംബായ RDS-1ന്റെ ഊർജ്ജ പ്രകാശനത്തെക്കാൾ 20 മടങ്ങ് കൂടുതലായിരുന്നു. 1954 മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ തെർമോ ന്യൂക്ലിയർ ആയുധം വികസിപ്പിച്ചെടുത്തു. ഇതാണ് ലോകപ്രശസ്തമായ SAR ബോംബ്. 1961 ഒക്ടോബർ 30 സുഖോയ് നോസിന്റെ ആണവ പരീക്ഷണ സ്ഥലത്ത് ഒരു വിമാനത്തിൽ നിന്ന് ഇത് ഉപേക്ഷിച്ചപ്പോഴാണ് ഇതിന്റെ പരീക്ഷണങ്ങൾ നടന്നത്. ശക്തിയിലെ സ്ഫോടനം ഒരു ഉൽക്കാശിലയുടെ പതനത്തിന് സമാനമാണ്. ദിനോസറുകൾക്ക് പകരം 100 ചതുരശ്ര കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിക്കാൻ ഇതിന് കഴിയും. 1981 TU-160 ആകാശത്തേക്ക് പറന്നു. ലോകത്തിലെ ഏറ്റവും ശക്തവും വേഗതയേറിയതുമായ സൂപ്പർസോണിക് ബോംബറായി ഇത് മാറി. ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു. ധാരാളം ബോംബുകളും മിസൈലുകളും വിമാനത്തിൽ ഉൾക്കൊള്ളാൻ കഴിയും. അത്തരമൊരു ഭാരമുണ്ടെങ്കിൽ ഇന്ധനം നിറയ്ക്കാതെ തന്നെ ഇതിന് ഏകദേശം 14,000 കിലോമീറ്റർ പറക്കാൻ കഴിയും. 1984 അക്കാലത്തെ ഏറ്റവും ഭാവി ആയുധം കണ്ടുപിടിച്ചു, ഒരു ലേസർ പിസ്റ്റൾ. ബഹിരാകാശ യാത്രികർക്കായി ഇത് പ്രത്യേകം സൃഷ്ടിച്ചതാണ്. ഒരു ബഹിരാകാശ പേടകത്തിന്റെ ഹൾക്ക് കേടുപാടുകൾ വരുത്താതെ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും പ്രവർത്തനരഹിതമാക്കാൻ ആയുധം നിങ്ങളെ അനുവദിക്കുന്നു. പീറ്റർ ദ ഗ്രേറ്റിന്റെ പേരിലുള്ള മിലിറ്ററി അക്കാദമി ഓഫ് സ്ട്രാറ്റജിക് മിസൈൽ ഫോഴ്സിന്റെ മ്യൂസിയം ഓഫ് ഹിസ്റ്ററിയിലെ പ്രദർശനത്തിനാണ് ഈ ആയുധത്തിന്റെ ഏക പകർപ്പ്. ഇത് ഏറ്റവും ജനപ്രിയമായ പ്രദർശനമാണ്. 2007 ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ സിസ്റ്റം S-400 പ്രത്യക്ഷപ്പെട്ടു. 400 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ലക്ഷ്യത്തെ കണ്ടെത്താനും അത് ആക്രമിക്കാനും ഈ ഇൻസ്റ്റാളേഷന് കഴിയും. രാജ്യത്തെ ലക്ഷ്യം വച്ചുള്ള ഏത് ആധുനിക മിസൈലുകളും മറ്റ് വ്യോമാക്രമണ മാർഗങ്ങളും നശിപ്പിക്കാൻ കഴിയും. 2009 അർമാറ്റ ട്രാക്ക് ചെയ്ത പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ അൾട്രാ മോഡേൺ സ്റ്റെൽത്ത് ടാങ്ക് T-14 വികസിപ്പിച്ചെടുത്തു. ലോകത്തിലെ 3ാം യുദ്ധാനന്തര തലമുറയിലെ ഏക ടാങ്കായി ഇത് മാറി. ഇത് അടിസ്ഥാനപരമായി ഒരു പുതിയ യുദ്ധവാഹനമാണ്. ഇത് പൂർണ്ണമായും റഷ്യൻ വികസനമാണ്. ചരിത്രത്തിൽ ആദ്യമായി ആളുകൾ വെടിമരുന്നിൽ നിന്ന് വേർപെടുത്തിയ ഒരു കവചിത ക്യാപ്സ്യൂളിലാണ്. കാരണം അതിൽ ക്രൂവിന് അവരുടെ സുരക്ഷയെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല. 2011 ഇസ്കാൻഡർ MM മിസൈൽ സംവിധാനം പരീക്ഷിച്ചു. ആധുനിക റഷ്യൻ സൈനിക സേനയിലെ ഏറ്റവും അപകടകരമായ ആയുധങ്ങളിൽ ഒന്നാണിത്. 500 കിലോമീറ്റർ ചുറ്റളവിലുള്ള ശത്രു മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, കപ്പലുകൾ, വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ എന്നിവ ഇതിന്റെ ലക്ഷ്യമാകാം. 2012 ടൊർണാഡോ മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തിന്റെ ഉൽപാദനം ആരംഭിച്ചു. ആണവ ഇതര ആയുധങ്ങളിൽ ഏറ്റവും ശക്തമായ ആയുധമാണിത്. അത്തരമൊരു ഇൻസ്റ്റാളേഷന്റെ ബാറ്ററിയുടെ നിരവധി വോളികൾക്ക് ശത്രുവിന്റെ സ്ഥാനം അല്ലെങ്കിൽ ഒരു മുഴുവൻ നഗരത്തെയും നശിപ്പിക്കാൻ കഴിയും. 12 ഷെല്ലുകളും വെടിവെക്കാൻ 40 സെക്കൻഡ് മാത്രമേ എടുക്കൂ. വീണ്ടും ലോഡ് ചെയ്യാൻ 13 മിനിറ്റ് കൂടി മതിയാകും. നിങ്ങൾക്ക് വീണ്ടും ആരംഭിക്കാം. 2019 റഷ്യയ്ക്ക് 255 പീരങ്കികൾ, 2646 തോക്കുകൾ, 2867 ടാങ്കുകൾ, 10720 കവചിത വാഹനങ്ങൾ, ഏകദേശം 4000 വിമാനങ്ങൾ എന്നിവയുണ്ട്. ആണവ വാർഹെഡുകളുടെ എണ്ണത്തിലും രാജ്യം ഒരു നേതാവാണ്. ഇക്കാരണത്താൽ റഷ്യൻ സൈന്യം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യങ്ങളിൽ ഒന്നാണ്. ആയുധങ്ങളോടുള്ള നിങ്ങളുടെ മനോഭാവം എന്താണ്?